വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗം. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമുക്കറിയാം ദൈവം സ്നേഹമാണ്. നമ്മളെല്ലാവരുടെയും ഭവനത്തിന്റെ പ്രധാന വാതിൽക്കൽ എഴുതി വച്ചിട്ടുണ്ടാവും ദൈവം സ്നേഹമാകുന്നുവെന്ന്. സ്വപുത്രനെ നൽകുവാൻ തക്കവിധമാണ് ഈ ലോകത്തെ അവിടുന്ന് സ്നേഹിച്ചത്. പലപ്പോഴും നമ്മുടെ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മാനുഷികമായ സ്നേഹത്തിന് ഒരുപാട് തലങ്ങളും ഒരുപാട് കാരണങ്ങളുമൊക്കെയുണ്ട്. ചില എങ്കിലുകളും ചില കാരണങ്ങളുമൊക്കെയാണ് പലപ്പോഴും ഈ സ്നേഹത്തിന്റെ ആധാരമായി നിൽക്കുക. ഇഫ് യു ലവ് മീ, ഐ ലവ് യു. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ വിജയിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം എൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരുപാട് എങ്കിലുകൾ ചേർത്ത് വെച്ചാണ് നമ്മൾ സ്നേഹത്തിന്റെ തലങ്ങളെ പഠിക്കുക, മനസ്സിലാക്കുക, ജീവന്റെ ഭാഗമാക്കുക. രണ്ടാമത് പറയുന്നത് ചില കാരണങ്ങളാണ്. നിനക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് സമ്പാദ്യമുള്ളത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് സൗന്ദര്യമുള്ളത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചില കാരണങ്ങൾ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ഇൻ സ്പൈറ്റ് ഓഫ് എവറിഥിങ് ഹി ലവ്സ് മീ. നിനക്ക് ഒരുപാട് കുറവുണ്ട്, എന്നിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരുപാട് ബലഹീനനാണ്, എന്നിരുന്നാലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ തോറ്റുപോയവനാണ്, എന്നിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ എൻ്റെ സ്നേഹം ഈ പറഞ്ഞതിൽ ഏതാണെന്ന് ചിന്തിക്കാം. എന്നിരുന്നാലും സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അതോ ചില കാരണങ്ങൾ കൊണ്ടോ ചില നിയോഗങ്ങൾ കൊണ്ടൊക്കെയാണോ ഞാൻ എൻ്റെ ജീവിത ഇടങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നത്? നിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ നോക്കിയിട്ടല്ല ഒരിക്കലും ദൈവം നിന്നെ സ്നേഹിക്കുന്നത്. നീ ഇന്ന് എങ്ങനെയാണ്, നീ ഇന്ന് എവിടെയാണ്, നീ ഇന്ന് എന്താണെന്ന് നോക്കി മാത്രമാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നത്. മാനുഷികമായ സ്നേഹബന്ധത്തിന് എപ്പോൾ വേണമെങ്കിലും വിള്ളലുണ്ടാവാം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കാം, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കാം, മാതാപിതാക്കൾ മക്കളെ ഉപേക്ഷിക്കാം, മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കാം, സൗഹൃദങ്ങൾ നഷ്ടമായി പോയേക്കാം. എന്നിരുന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും അന്ത്യമില്ല. അന്തമില്ലാത്തൊരു സ്നേഹമാണ്, നിത്യമായൊരു സ്നേഹമാണ്. ഏറ്റവും നന്മയിൽ അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു. ഈ നന്മ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ, ചുറ്റുവട്ടങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ഇന്ന് പരിശ്രമിക്കാം. അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. നിസ്വാർത്ഥമായൊരു സ്നേഹം നമ്മുടെ ജീവിത ഇടങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. എല്ലാ സങ്കടങ്ങളെയും നമുക്കിന്ന് ദൈവത്തോട് ചേർത്ത് വെച്ച് സ്നേഹത്തിന്റെ കണികകളായി രാജ്യങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ, അയൽവക്കങ്ങൾ തമ്മിൽ, സൗഹൃദങ്ങൾ തമ്മിൽ എന്നും നന്മയുടെ കിരണമാകാൻ, എത്രമാത്രം കുറവുകളും പാളിച്ചകളും ഉണ്ടെങ്കിലും അവിടെ സ്നേഹത്തിന്റെ കണികയായി മാറുവാൻ നമ്മളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.